സർക്കാർ ആശുപത്രികളിലെ ശോചനീയാവസ്ഥയിൽ പൊതു താൽപര്യ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. ഹർജിയിൽ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് കൌൺസിലിനെ കക്ഷി ചേർത്തു. നിയമപ്രകാരം പരാതി പരിഹാര സംവിധാനമുണ്ടോ എന്ന് കൌൺസിൽ അറിയിക്കണമെന്ന് കോടതി. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വളരെ നിർണായകമായൊരു നീക്കം തന്നെയാണല്ലോ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സർക്കാർ ആശുപത്രികളിലെ ഈ ശോചനീയാവസ്ഥയിൽ പൊതു താൽപര്യ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടുമ്പോൾ സർക്കാർ എപ്പോഴായിരിക്കും ഇതിന്മേലൊരു മറുപടി നൽകുക? രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ മറുപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ സമർപ്പിക്കേണ്ടത്. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് കൌൺസിലിനെ നിലവിൽ ഹൈക്കോടതി പൊതുതാൽപര്യ ഹർജിയിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഗവൺമെന്റ് ആശുപത്രികളിലെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ 3 മനുഷ്യാവകാശ പ്രവർത്തകർ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയിട്ടുള്ളത്. നിലവിൽ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം പരാതി പരിഹാര സംവിധാനം നിലവിലുണ്ടോ എന്ന് കൌൺസിൽ അറിയിക്കണം. ഒപ്പം തന്നെ കഴിഞ്ഞ 2 വർഷത്തിൽ ഗവൺമെന്റ് ആശുപത്രികളിൽ നിശ്ചിത ഇടവേളകളിൽ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ആ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുള്ളതിന്റെ വിശദാംശങ്ങളും കൌൺസിൽ സമർപ്പിക്കാനായിട്ടാണ് ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ മനുഷ്യാവകാശ പ്രവർത്തകർ നൽകിയിട്ടുള്ള ഈ ഹർജിയിൽ ഒരാവശ്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് ആരോഗ്യ മേഖലയ്ക്ക് ഹൈക്കോടതി ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണം. നിലവിലെ ശോചനീയാവസ്ഥ മാറ്റിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. അത് മാത്രമല്ല, ഈ കോട്ടയം മെഡിക്കൽ കോളേജില് കെട്ടിടം തകർന്ന് ബിന്ദു മരിച്ച സംഭവവും ഈ ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലും ഒക്കെ തന്നെ ഈ പൊതുതാൽപര്യ ഹർജിയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ഈ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ 2 വർഷത്തെ ആ ഒരു കാലയളവിൽ ഗവൺമെന്റ് ആശുപത്രികളിൽ നടത്തിയിട്ടുള്ള പരിശോധനകൾ, അതിന്റെ ഇൻസ്പെക്ഷന്റെ വിശദാംശങ്ങൾ ഇവയൊക്കെ തന്നെ കൌൺസിൽ സമർപ്പിക്കണമെന്ന് കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.